മമ്മൂട്ടി മോഹൻലാൽ സിനിമയായ പേട്രിയറ്റിന് തിയേറ്ററുകളിൽ വിലക്ക്. തിയേറ്ററുകളിൽ നിന്നുള്ള വിഹിതം കൂട്ടിച്ചോദിച്ചതാണ് വിലക്കിന് കാരണം. സിനിമയ്ക്ക് കരാർ വെക്കരുതെന്ന് തിയേറ്ററുകൾക്ക് ഫിയോക്ക് നിർദ്ദേശം നൽകിയ വിവരങ്ങളുമായി ജോയ്മോൻ ജോസ് ആണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. ജോയ്മോനെ, മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിലീസ് ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. നമ്മുടെ ബിഗ് എം എസ് ഒക്കെ ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. ഏറ്റവും ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാണുന്ന സിനിമയാണ്. നിലവിൽ ആ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിലക്ക് എന്നുള്ളതാണ് വാർത്ത. ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള വിഹിതങ്ങളാണ് നിലവിൽ പ്രൊഡ്യൂസേഴ്സ് അവരുടെ ഭാഗത്തു നിന്നും കൂട്ടിച്ചോദിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പറയൂ കാരണങ്ങൾ. ഷാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന ഒരു റിലീസാണ്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ചിത്രമായിരുന്നു പേട്രിയറ്റ്. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം നീണ്ട കാലത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണ്. അതുപോലെ തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. അതായത് 100 കോടി രൂപയ്ക്ക് മുകളിലാണ് ചിത്രം നിർമ്മിക്കാനായിട്ട്, അല്ലെങ്കിൽ ചിത്രം നിർമ്മിക്കാനായിട്ട് ചിലവായിരിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നാലെയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവായ ആൻഡ്രോ ജോസഫ് ഫിയോക്കിനെ അതുപോലെ തന്നെ തിയേറ്റർ ഉടമകളെയും സമീപിക്കുന്നത്. ഇത്തരത്തിൽ സമീപിച്ചതിലൂടെ തന്നെയാണ് ഇദ്ദേഹം തിയേറ്ററിൽ നിന്നുള്ള വിതരണക്കാരൻ അതുപോലെ തന്നെ ഉടമയും തമ്മിലുള്ള ലാഭവിഹിതം കൂട്ടി ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വിലക്ക് ചിത്രത്തിന് ഉണ്ടാകുമെന്നൊരു സാധ്യത നിലനിൽക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ ഇതിൽ നിന്ന് പോകുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ആഴ്ച സിനിമ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തുമ്പോൾ 60-40 എന്ന അനുപാതത്തിലാണ് വിഹിതം ഉണ്ടാകുക. ഇതിൽ 60 പ്രൊഡ്യൂസറിനും നിർമ്മാതാവിനും 40% തിയേറ്റർ ഉടമയ്ക്കുമാണ്. ഇതിനുശേഷം രണ്ടാം ആഴ്ചയിലേക്ക് സിനിമ പ്രദർശനത്തിലേക്ക് നീങ്ങുമ്പോഴത്തേക്ക് 50-50 എന്ന അനുപാതത്തിലേക്ക് ഇത് മാറുകയും ചെയ്യും. അങ്ങനെയാണ് നിലവിലുള്ള സാഹചര്യം. പക്ഷേ ഇത്തവണ, അല്ലെങ്കിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് ആവശ്യപ്പെട്ട കാര്യം രണ്ടാം ആഴ്ചയും ഇതുപോലെ തന്നെ 60-40 അനുപാതത്തിൽ നൽകണമെന്നാണ്. ഇതിനോടാണ് ഫിയോക്കും അതുപോലെ തന്നെ തിയേറ്റർ ഉടമകളും എതിര് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ആവശ്യത്തോടാണ് ആവശ്യം അംഗീകരിക്കാണ്ടാണ് ഫിയോക്ക് മുൻ നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു ആവശ്യം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്തരത്തിലൊരു വിട്ടുവീഴ്ച നടത്തി കഴിഞ്ഞാൽ ഭാവിയിൽ മറ്റു സിനിമകൾ കൂടി ഈ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നതാണ് ഫിയോക്കിന്റെയും അതുപോലെ തന്നെ തിയേറ്റർ ഉടമകളുടെയും വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ സിനിമ നിശ്ചയിച്ച പോലെ ഏപ്രിൽ 23-ന് പ്രദർശിപ്പിക്കാൻ സാധിക്കുമെന്നൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ കഴിഞ്ഞു. പക്ഷേ ഇതോട് മാത്രം സിനിമ നിർമ്മിച്ചു എന്നുകൊണ്ട് മാത്രം ഇതിന്റെ ചെലവുകൾ അവസാനിക്കുന്നില്ല. പ്രൊഡ്യൂസർ അല്ലെങ്കിൽ നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ, അതായത് OTT അതുപോലെ തന്നെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഉൾപ്പെടെ നിരവധി ചിലവുകളുണ്ട്. ഇതെല്ലാം തന്നെ കോടികൾ ആവശ്യം വരും. അപ്പോൾ ഇത്തരത്തിലൊരു വലിയ ബഡ്ജറ്റ് ചിത്രമാണ്. അതായത് 100 കോടിക്ക് മുകളിൽ ഈ ചിത്രത്തിന് ബഡ്ജറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 120 കോടിക്ക് മുകളിലായിട്ടാണ് ഈ സിനിമ നിർമ്മിക്കാനായിട്ട് ചിലവാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വലിയൊരു എമൗണ്ട് ചിലവഴിച്ച് സിനിമ നിർമ്മിച്ചു. അപ്പോൾ ഇതിലൊരു നഷ്ടം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ നിർമ്മാതാവായ ആൻഡ്രോ ജോസഫിന്റെ ഭാഗത്തു നിന്നൊരു ആവശ്യവുമായിട്ട് ആൻഡ്രോ ജോസഫ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ ഈ നിലപാടിൽ ഈ ആവശ്യത്തോട് യാതൊരു വിധത്തിലും അംഗീകരിക്കാനാവില്ല എന്നാണ് ഫിയോക്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിയോക്ക് തന്നെ ആയാലും അതായത് ഈ ഫിയോക്ക് സംഘടനയുള്ള തിയേറ്റർ ഉടമകളോട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം, ഒരു തരത്തിലും ഈ സിനിമയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കരാറിലും ഏർപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ സംസ്ഥാനത്ത് സിനിമ പ്രദർശിപ്പിക്കാനാവില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇനിയും അല്പം നിരാശാജനകമായ വാർത്തകളാണ് പുറത്തു വരുന്നതെങ്കിലും വരും ദിവസങ്ങളിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സിനിമ തിയേറ്ററുകളിൽ എത്തും എന്ന് തന്നെയാണ് എല്ലാ മലയാളികളും പ്രതീക്ഷിക്കുന്നത്. ജോയ്മോനാണ് വിവരങ്ങൾ നൽകിയത്.